മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭീകരവാദികൾ ട്രെയിൻ തടഞ്ഞു വെച്ചതും ബന്ദിയാക്കിയതൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നമ്മളൊക്കെ തന്നെ നടത്തി. ആ വാർത്തകളിലൊക്കെ തന്നെ നമ്മൾ വലിയ ഭയത്തോടു കൂടിയിട്ടാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ ആരാധന നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഈ വെള്ളിയാഴ്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനില് മുസ്ലിം പള്ളിയില് ജുമാ നിസ്കാരം കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. 1:45 ബോംബ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ പോയത് കൊണ്ട് തന്നെ 4 പേർക്ക് ഗുരുതര പരിക്ക് എന്നാണ് വാർത്തകളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന് ഉൾപ്പെടെ ഗുരുതര പരിക്കുണ്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം വാർത്തകൾ ഗൗരവത്തിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണ മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാ. അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം. മുസ്ലിം ഭൂരിപക്ഷ രാജ്യ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പെയുള്ള വെള്ളിയാഴ്ച എന്തായിരുന്നു അവിടുന്ന് വന്ന വാർത്ത? ഒരു മദ്രസയില് ഇതേപോലെ തന്നെ ജുമാ നിസ്കാര പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, നിസ്കാരം ഉൾപ്പെടെ നടക്കുന്ന ഒരു സ്ഥലത്ത് പൊട്ടിത്തെറിച്ചു. ചാവേർ ആക്രമണം, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം റമദാൻ മാസം തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ വാർത്ത പുറത്തു വന്നത് എന്താ? പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തില് ചാവേർ ആക്രമണം. 2 കാറുകളിലായിട്ട് ബോംബ് സ്ഫോടനങ്ങളൊക്കെ നിറച്ചു വന്നു. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ. നിരവധി ആളുകൾ, സൈനികരുൾപ്പെടെ സാധാരണക്കാരുൾപ്പെടെ ആ സൈനിക കേന്ദ്രത്തിൽ, പള്ളിയോടടുത്ത സൈനിക കേന്ദ്രത്തിൽ തന്നെയാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഒരുപാട് സാധാരണക്കാർ അതിൽ കൊല്ലപ്പെടാനുള്ള ഒരു കാരണം സൈനിക കേന്ദ്രത്തിൽ നോമ്പുതുറ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് പൊട്ടിത്തെറികൾ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു, പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നു. ട്രെയിൻ തടഞ്ഞു വെച്ച് 450-ലധികം ആളുകളെ ബന്ദിയാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏറ്റുമുട്ടലുകൾ, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ തൊട്ടു പിന്നാലെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പള്ളിയില് പ്രസംഗ പീഠത്തിൽ പോലും ബോംബുണ്ട് എന്ന മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നാടുകളിലെ മുസ്ലിങ്ങൾ ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീവ്ര ആളുകള് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ അടിച്ചമർത്തിയിട്ട് തിഹാർ ജയിലിൽ ഇടേണ്ടവരെ ജയിലിൽ ഇട്ടുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇവര് പറയുന്ന, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തൊക്കെ ജിഹാദിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആളുകൾ പറയുന്നത് പോലെയുള്ള ജിഹാദാണ് പാകിസ്ഥാനിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയണം. ജിഹാദ് വളർന്നു കഴിഞ്ഞ് ജിഹാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, സംഘടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് ആവർത്തിക്കുക. അത് സകല ആളുകളും തിരിച്ചറിയണം. പാകിസ്ഥാനിൽ എന്താ, എല്ലാ ആളുകളും, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഗുരുതര പരിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും സംഘി പാർട്ടിയൊന്നുമല്ല, അതും ഇസ്ലാമിക പാർട്ടി തന്നെ, അതിന്റെ പ്രധാനപ്പെട്ട നേതാവ്. അങ്ങനെ ഏതൊരു സംഘടന ഈ ബോംബ് വെക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നത്, 2 ഭാഗത്തും, ഇനി എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് ഇതുപോലെയുള്ള ജിഹാദി സംഘടനകളാ. ഈ പാകിസ്ഥാനില് ഒരു ജിഹാദി സംഘടനയൊന്നല്ലുള്ളത്, ഒരുപാട് ജിഹാദി സംഘടനകളാണ് ഈ പാകിസ്ഥാനിലുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ വന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാൻ മാസത്തിന് മുമ്പുള്ള ദിവസം ഏതാ തിരഞ്ഞെടുത്തത്? ജുമാ നിസ്കാരം നടക്കുന്ന സമയം, റമദാന്റെ മുമ്പ് തിരഞ്ഞെടുത്ത സമയം. അത് കഴിഞ്ഞ് റമദാനില് നോമ്പുതുറ നടക്കുന്ന സമയത്ത് അടുത്ത പൊട്ടിത്തെറി. പിന്നീടും ഇതേ റമദാൻ മാസത്തിൽ തന്നെ ട്രെയിൻ ബ്ലോക്ക് ചെയ്ത് 450-ലധികം ആളുകളെ ബന്ദിയാക്കി. ഇന്ന് പൊട്ടിത്തെറിച്ചതും ഇതേ ജുമാ നിസ്കാര സമയത്ത്. അങ്ങനെ ഏതൊരു വിഷയം നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ടതാ. ജിഹാദിന്റെ പൂർണ്ണ രൂപമാണ് ഈ പാകിസ്ഥാനിൽ കാണുന്നത്. ജിഹാദിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുടെ കോലാഹലങ്ങളാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത്, സിറിയയിൽ കാണുന്നത്, ഇറാനിൽ കാണുന്നത്, ഇറാഖിൽ കാണുന്നത്.
ഇത്തരത്തിലുള്ള ജിഹാദിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുന്നത്. അത്തരം ഇറങ്ങിത്തിരിച്ച് തുടക്കം കുറിച്ചവരെയാണ് നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള സംവിധാനങ്ങള് തീഹാർ ജയിലിലേക്ക് അങ്ങ് എത്തിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. ലോകത്തിലെ തന്നെ വളരെ സമാധാനപൂർവമായിട്ട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തില്, നമ്മുടെ നാടുകളില് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് റമദാൻ മാസത്തില് എത്ര ആരാധനയോട്, എത്ര സമാധാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലൊക്കെ മറ്റു പല സംഘടനകളും ജിഹാദ് രൂപീകരിക്കാനൊക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി പോലും രൂപീകരിച്ചത്. അത് സകല ആളുകളും തിരിച്ചറിയണം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക. പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങളാണ് ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്. നമ്മുടെ കേരളത്തില്, നമ്മുടെ രാജ്യത്ത് ഏതൊരു തീവ്രവാദ സംഘടന ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിന്റെ ആദ്യ പ്രശ്നം സംഭവിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിലാണ്. മുസ്ലിങ്ങളായിട്ടുള്ള വീടുകളിലെ യുവാക്കളെയാണ് ഇവര് ആദ്യം റിക്രൂട്ട് ചെയ്യുക. പലതും പറഞ്ഞ് ഇവിടെ ഫുള്ള് പ്രശ്നം. ഈ രാജ്യത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ, അതും മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്നൊക്കെ എടുത്തു പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അജണ്ടകളുണ്ട് എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങളും ആദ്യം തന്നെ തിരിച്ചറിയണം. ഏത് തരത്തിലാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനിലൊക്കെ മുസ്ലിങ്ങള് റമദാനും ജുമാ നിസ്കാരങ്ങളും അതിന്റെ ആരാധനാ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ രാജ്യത്ത്, നമ്മുടെ ഭാരതത്തില് മുസ്ലിങ്ങൾ എത്ര സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് സകല ആളുകളും ഒന്ന് തിരിച്ചറിയണം, ഇത്തരം സാധാരണ മുസ്ലിങ്ങൾ. എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ മൗദൂദി ചാനലുകളൊക്കെ ഉൾപ്പെടെ നോക്കിയാൽ എന്നും പ്രശ്നമാണ്, രാജ്യത്ത് നിരന്തര പ്രശ്നമാണ് എന്ന നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അത്തരം ആളുകൾക്കൊക്കെ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും ആദ്യം തിരിച്ചറിയുക. നമ്മുടെ രാജ്യം ഒരു സ്വർഗതുല്യമായ സമാധാന അന്തരീക്ഷമുള്ളൊരു രാജ്യമാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിൽ ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം പോലും പൊട്ടിത്തെറിക്കുകയാണ്. ഇങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണോ വേണ്ടത്? അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം പോലെ സുന്ദരമായ ജനാധിപത്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടത്? ഇതൊക്കെ ഗൗരവത്തിൽ സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്തിന് ജിഹാദിന് വേണ്ടി രംഗത്തിറങ്ങുന്നവരെ ആദ്യം സാധാരണ മുസ്ലിങ്ങൾ തന്നെ പുച്ഛിച്ച് തള്ളുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.